കാണാൻ പോകുന്നത് കലങ്ക് എന്ന മൂവിയാണ്. താൻ അധികകാലം ജീവിച്ചിരിക്കില്ല എന്ന് മനസ്സിലാക്കിയ ഒരു സ്ത്രീയാകട്ടെ തന്റെ ഭർത്താവിനെ കൊണ്ട് മറ്റൊരു സ്ത്രീയെ കൊണ്ട് രണ്ടാമത് വിവാഹം കഴിപ്പിക്കുന്നു. പിന്നീട് അവരുടെ ഇടയിലുണ്ടാകുന്ന പ്രശ്നങ്ങളാണ് ഈ മൂവിയുടെ സ്റ്റോറി. നടക്കുന്നത് സ്വാതന്ത്ര്യത്തിന് മുന്നേ ഉള്ള 1940കളിലാണ്. സത്യ എന്ന സ്ത്രീ അവരുടെ ചെക്കപ്പിനായി ഡോക്ടറുടെ അടുത്തെത്തുമ്പോൾ അറിയുന്നുണ്ട് അവൾക്ക് ക്യാൻസർ ആണെന്നും അവൾ അധികകാലം ജീവിച്ചിരിക്കില്ല എന്നും. ഹുസ്നാബാദ് എന്ന സ്ഥലത്ത് വലിയൊരു ന്യൂസ് പേപ്പർ കമ്പനിയുടെ ഉടമയായ ദേവ് ചൗധരിയുടെ ഭാര്യയാണ് സത്യ. താൻ അധികകാലം ജീവിച്ചിരിക്കില്ല എന്ന് മനസ്സിലാക്കിയ സത്യ രൂപ് എന്ന നമ്മുടെ നായികയുടെ അടുത്ത് ചെല്ലുന്നു. സത്യയുടെ അച്ഛൻ പണ്ട് രൂപിന്റെ കുടുംബത്തിനായി ഒരുപാട് സഹായങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ രൂപിന്റെ അച്ഛന് സത്യ ആവശ്യപ്പെട്ട കാര്യത്തിന് എതിരു നിൽക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. രൂപിനെ ഒരു വർഷത്തേക്ക് തങ്ങളുടെ വീട്ടിലേക്ക് കൊണ്ടുപോകാനായിട്ടാണ് സത്യ വന്നത്. സത്യയുടെ മരണശേഷം രൂപിനെ തന്റെ ഭർത്താവിനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാനായിരുന്നു സത്യയുടെ തീരുമാനം. അതുവരെ രൂപ് സത്യയുടെ കൂടെ താമസിക്കണം എന്നതായിരുന്നു ആവശ്യം. അതിനു പകരമായിട്ട് അവളുടെ സഹോദരിമാരെയെല്ലാം തന്നെ നല്ല രീതിയിൽ വിവാഹം കഴിച്ച് അയപ്പിക്കാമെന്ന് സത്യ പറയുന്നു. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ഒരു ഫാമിലിയായിരുന്നു രൂപിൻ്റേത്. അതുകൊണ്ട് തന്നെ ആ ഓഫർ അച്ഛൻ സ്വീകരിക്കുന്നു. രൂപിനത് സമ്മതമല്ലായിരുന്നു. പക്ഷെ അനിയത്തിമാർക്ക് വേണ്ടിയിട്ട് അവളുടെ അച്ഛൻ അത് സമ്മതിപ്പിക്കുന്നു. രൂപ് സത്യയുടെ ഒരു കണ്ടീഷൻ വെക്കുകയാണ്. സത്യ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ രൂപിനെ സത്യയുടെ ഭർത്താവ് കല്യാണം കഴിക്കണം. അതായിരുന്നു രൂപ് വെച്ച കണ്ടീഷൻ. കാരണം സത്യയുടെ മരണശേഷം അദ്ദേഹം രൂപിനെ കല്യാണം കഴിച്ചില്ലെങ്കിലും ആ ആവശ്യം സത്യ അംഗീകരിക്കുന്നു. അങ്ങനെ ദേവിന്റെയും രൂപിന്റെയും വിവാഹം നടക്കുകയാണ്. വിവാഹം കഴിഞ്ഞെങ്കിലും രൂപും ദേവും പരസ്പരം മുഖാമുഖം നോക്കിയിരുന്നില്ല. വിവാഹശേഷം ദേവാകട്ടെ രൂപിന്റെ അടുത്ത് വന്ന് പറയുകയാണ്, എനിക്കൊരിക്കലും ഈ കല്യാണം അംഗീകരിക്കാൻ കഴിയുകയില്ല. എൻ്റെ ഭാര്യയുടെ സന്തോഷത്തിന് വേണ്ടി മാത്രമാണ് ഞാൻ ഈ കല്യാണത്തിന് സമ്മതിച്ചതെന്ന്. ദേവ് ചൗധരിയുടെ ബംഗ്ലാവിന് അടുത്തായി തന്നെ ഒരു സ്ഥലമുണ്ടായിരുന്നു. ഹീരാമന്ദിർ എന്നായിരുന്നു ആ സ്ഥലത്തിൻ്റെ പേര്. ഒരുപാട് വേശ്യാവൃത്തി നടക്കുന്നൊരു സ്ഥലമായിരുന്നു അത്. അവിടെ ബാഹർ ബീഗം എന്ന് പറഞ്ഞൊരു സ്ത്രീ ഉണ്ടായിരുന്നു. ഒരു നർത്തകിയായിരുന്നു അവർ. ഇപ്പോൾ അവർ ഒരുപാട് കുട്ടികളെ പാട്ടും പഠിപ്പിക്കുന്നുണ്ട്. അവിടെ തന്നെ താമസിക്കുന്ന ഒരു മുസ്ലിം യുവാവാണ് സഫർ. അവനാണ് നമ്മുടെ ഈ കഥയിലെ നായകൻ. സഫറിനകത്തെ ബാഹർ ബീഗത്തിന്റെ തന്നെ സ്റ്റുഡൻ്റായ ലജ്ജോ ആയിട്ട് ബന്ധമുണ്ടായിരുന്നു. ലജ്ജോയുടെ അടുക്ക് നിന്നും ദേവ് ചൗധരി രണ്ടാമത് വിവാഹിതനായെന്നും സഫർ മനസ്സിലാക്കുന്നു. വിവാഹശേഷം രൂപാകട്ടെ റൂമിന്റെ ജനലരികെ നിൽക്കുമ്പോൾ ബാഹർ ബീഗത്തിന്റെ പാട്ട് എവിടെ നിന്നോ കേൾക്കുന്നുണ്ട്. സഫർ ആകട്ടെ ഇരുമ്പിന്റെ പണിയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അവരുടെ ഏരിയയിലാണെങ്കിൽ ഇരുമ്പിന്റെ പണി ചെയ്യുന്നവരാണ് ഏറ്റവും കൂടുതലും. സഫറിന്റെ തന്നെ ഉറ്റ സുഹൃത്താണ് അബ്ദുൾ. അബ്ദുൾ ഉൾപ്പെടെ കുറച്ചുപേർ ആഗ്രഹിച്ചിരുന്നത് അവർക്ക് സ്വന്തമായ ഒരു രാജ്യം വേണമെന്നാണ്. ഹിന്ദു മുസ്ലിം എന്ന രണ്ട് രാജ്യങ്ങൾ ഉണ്ടാക്കാൻ അവർ ആഗ്രഹിച്ചിരുന്നു. എന്നാൽ ഈ കാര്യത്തെ ദേവ് എതിർത്തിരുന്നു. എല്ലാവരും സഹകരിച്ച് ഒരു രാജ്യത്ത് തന്നെ ജീവിക്കണമെന്നായിരുന്നു ദേവിന്റെ ആഗ്രഹം. ദേവിന്റെ പത്രത്തിലൂടെ അത് ദേവ് പ്രകടിപ്പിച്ചിരുന്നു. ആ നാടിന്റെ വികസനത്തിന് വേണ്ടി ഒരു സ്റ്റീൽ കമ്പനി കൊണ്ടുവരാനും ദേവ് ആഗ്രഹിച്ചിരുന്നു. അങ്ങനെ കമ്പനി വന്നാൽ അവർ കഷ്ടത്തിലാവുമെന്നാണ് അവർ ചിന്തിച്ചിരുന്നത്. ദേവിന്റെ ആ പ്ലാൻ തകർക്കാനും രാജ്യം രണ്ടാക്കാനുമായിരുന്നു അബ്ദുൾ ആഗ്രഹിച്ചിരുന്നത്. കൂട്ടുകാരൻ എന്ന നിലയിൽ അബ്ദുളിനെ സപ്പോർട്ട് ചെയ്തിരുന്നു എന്നല്ലാതെ സഫറിന് ഇതിനൊന്നും താല്പര്യമുണ്ടായിരുന്നില്ല. ദേവിന്റെ അച്ഛൻ ദേവിനോട് പറയുകയാണ്, അവർ ആഗ്രഹിക്കുന്ന പോലെ രണ്ടായി വിഭജിക്കുന്നുവെങ്കിൽ വിഭജിക്കട്ടെ, നീ അതിൽ ഇടപെടാൻ നിൽക്കണ്ട എന്ന്. എന്നാൽ ഈ രാജ്യം രണ്ടായി വിഭജിക്കാൻ താൻ ആഗ്രഹിക്കുന്നില്ല എന്ന് ദേവ് പറയുന്നു. രൂപ് ആഹാരം കഴിക്കാൻ അവരുടെ അടുത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല. ജോലിക്കാരിയെ രൂപിന്റെ റൂമിലേക്ക് അയക്കുമ്പോൾ രൂപ് വിവാഹവേഷത്തിൽ തന്നെ ഇരിക്കുകയായിരുന്നു. ദേവ് രൂപിന്റെ കാര്യത്തിലൊന്നും ഇടപെട്ടിരുന്നില്ല. അവൻ സത്യയുടെ കാര്യങ്ങൾ മാത്രമേ നോക്കിയിരുന്നുള്ളൂ. സത്യ വന്ന് രൂപിനോട് പറയുന്നുണ്ട്, നീ റൂമിൽ അടച്ചിരിക്കേണ്ട കാര്യമില്ല. നീ നന്നായിട്ട് പഠിച്ചതല്ലേ. നമ്മുടെ ഓഫീസിൽ തന്നെ നിനക്ക് ജോലി ശരിയാക്കിയിട്ടുണ്ടെന്ന്. നിനക്ക് നാളെ തന്നെ ജോലിക്ക് പോയി തുടങ്ങാമെന്ന്. ജോലിക്ക് പോകുന്നത് രൂപിന് വളരെ ഇഷ്ടമായിരുന്നു. അവൾക്ക് ഹീരാമണ്ടിയിൽ പോയി പാട്ട് പഠിക്കണമെന്ന് അവൾ പറയുന്നു. ഇവിടെ നിന്നും ആരും ഹീരാമണ്ടിയിൽ പോവാറില്ല എന്ന് സത്യ പറയുമ്പോൾ തനിക്ക് പാട്ട് പഠിക്കാൻ പറ്റിയില്ലെങ്കിൽ താൻ ജോലിക്ക് പോകുന്നില്ല എന്ന് സത്യയോട് രൂപ് പറയുന്നു. രൂപിന്റെ വാശിയെ തുടർന്ന് സത്യ ദേവിന്റെ അച്ഛനോട് അനുവാദം മേടിക്കുന്നു. പിറ്റേന്ന് രൂപ് ദേവിന്റെ ഓഫീസിലോട്ട് പോകുന്നു. അവിടെ പുതുതായി വരുന്ന സ്റ്റീൽ കമ്പനിക്കെതിരെ അബ്ദുൾ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. പത്രത്തിൽ ആർട്സ് കൊടുക്കുന്നതിനെ പറ്റി തർക്കം നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് രൂപ് അവിടേക്ക് ചെല്ലുന്നത്. അവൾ അവർക്ക് നല്ലൊരു ഐഡിയ പറഞ്ഞു കൊടുക്കുന്നു. അവർക്ക് ആ ഐഡിയ ഇഷ്ടപ്പെടുന്നു. അവൾ ആരാണെന്ന് ദേവ് ചോദിക്കുമ്പോൾ ഞാൻ ദേവ് ചൗധരിയുടെ ഭാര്യയാണെന്ന് അവൾ പറയുന്നു. അവൾ ഇതുവരെ അവൻ്റെ മുഖം കണ്ടിട്ടില്ലായിരുന്നു. അവിടെ നിന്ന് എല്ലാവരും ദേവിനെ നോക്കുന്നു. ദേവ് ആകട്ടെ അവളുടെ ഡെസ്ക് കാണിച്ചു കൊടുക്കാൻ ദേവ് തൻ്റെ മാനേജറോട് പറയുന്നു. ദേവ് ആരാണെന്ന് അവൾക്ക് അപ്പോഴും മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. ദേവ് തൻ്റെ ഓഫീസിലേക്ക് കയറി പോകുന്നത് കാണുമ്പോഴാണ് രൂപിന് അതാണ് ദേവ് ചൗധരി എന്ന് മനസ്സിലാവുന്നത്. പിറ്റേന്ന് രൂപ് സംഗീതം പഠിക്കാനായിട്ട് ഹീരാമണ്ടിയിലേക്ക് പോകുന്നു. അവിടെ ഒരു ഫെസ്റ്റിവൽ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അവിടെ വെച്ച് ബഹർ ബീഗത്തിനോടൊപ്പം രൂപ് പാട്ട് പാടുന്നുണ്ട്.
അവളുടെ പാട്ട് നല്ലതാണെന്നും അവളുടെ പാട്ടിൽ കുറച്ചൊക്കെ ശരിയാക്കാനുണ്ടെന്നും ബീഗം അവളോട് പറയുന്നു. അവരുടെ കൂടെയുള്ള ജോലിക്കാരിയെ കാണുമ്പോൾ അവൾ ചൗധരി കുടുംബത്തിലുള്ളതാണെന്ന് ബഹാർ ബീഗത്തിന് മനസ്സിലാകുന്നു. നീ ചൗധരി കുടുംബത്തിൽ നിന്നാണോ വരുന്നതെന്ന് അവൾ ചോദിക്കുമ്പോൾ അതെ എന്ന് അവൾ മറുപടി പറയുന്നു. ഞാൻ അവിടുത്തെ മരുമകളാണെന്ന് അവൾ പറയുന്നു. വീട്ടിൽ സമ്മതിച്ചതിന് ശേഷമാണോ ഇങ്ങോട്ട് വന്നതെന്ന് ചോദിക്കുമ്പോൾ അവൾ അതെ എന്ന് മറുപടി കൊടുക്കുന്നു. എന്നാൽ പിന്നെ നാളെ തൊട്ട് പാട്ട് പഠിക്കാൻ വന്നോളാൻ ബഹാർ ബീഗം അവളോട് പറയുന്നു. ഇന്നത്തെ സമയം കഴിഞ്ഞു, വീട്ടിൽ പോവാൻ സമയമായി എന്ന് ജോലിക്കാരി അവളോടായി പറയുന്നു. അങ്ങനെ അവൾ പുറത്തേക്കിറങ്ങുമ്പോഴാണ് സഫറിനെ കാണുന്നത്. സഫറും രൂപും ആദ്യമായി നേർക്കുനേരെ കാണുകയാണ്. ഒറ്റ കാഴ്ചയിൽ തന്നെ അവരുടെ ഇടയിൽ എന്തോ ഉണ്ടെന്ന് അവർക്ക് രണ്ടുപേർക്കും മനസ്സിലാവുകയാണ്.